2002 ഇറങ്ങിയ ഒരു അടിപൊളി ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് Reign of Fire. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ജീവി വർഗത്തിനെ മനുഷ്യരൊരിക്കൽ അബദ്ധത്തിൽ ഉണർത്തുന്നതും ആ ജീവികൾ മനുഷ്യരാശിയെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചപ്പോൾ ഒരു കൂട്ടം പേര് ചേർന്ന് ആ ജീവികളെ വേട്ടയാടുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. 1990കളിലെ ലണ്ടന്റെ ഒരു ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ക്വിൻ എന്നൊരു കൊച്ചുകുട്ടി അവന്റെ അമ്മ കെയ്രൻ ജോലി ചെയ്യുന്ന മൈനിങ് സൈറ്റിലേക്ക് പോവുകയാണ്. ഒരുപാട് ആഴത്തിലാണ് അവർ മൈനിങ് ചെയ്യുന്നത്. അവനും ഒരു ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങി. അവന് സ്കൂളിൽ ഫീസ് അടയ്ക്കാനുള്ള ദിവസമായിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ടീച്ചർ ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ കെയ്രന്റെയിലാണെങ്കിൽ കാശില്ല. ഫീസ് കൊടുത്തില്ലെങ്കിൽ അവരെ ക്വിന്നിനെ പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി വിഷമിച്ചു നിൽക്കുന്ന സമയം ഒരുത്തൻ ഓടി വന്നിട്ട് മൈനിങ്ങിനിടയ്ക്ക് എന്തോ ഒരു വലിയ ഗുഹ കണ്ടെത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അത് ചെക്ക് ചെയ്യാൻ പോയപ്പോ ക്വിന്നും കൂടെ പോയി. അവള് മറ്റു ജോലിക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു കൗതുകം തോന്നിയിട്ട് ക്വിൻ ആ ഗുഹയിൽ കയറി നോക്കി. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ ഗുഹയാണെങ്കിലും അകത്ത് വളരെ വിശാലമാണ്. അവൻ ചുമരിൽ തൊട്ടു നോക്കിയതും മുകളിൽ നിന്ന് കുറച്ച് തീ വന്നു വീണു. പെട്ടെന്ന് സീലിംഗിൽ നോക്കിയപ്പോ ഒരു ഭീകരമായ ഡ്രാഗണിനെ കണ്ടു. നേരത്തെ ചുമരെന്ന് കരുതി തൊട്ടത് ശരിക്കും ഡ്രാഗന്റെ ദേഹത്തായിരുന്നു. അങ്ങനെ ആ ഡ്രാഗൺ ഉണർന്നിരിക്കുകയാണ്. അവൻ വേഗം പുറത്തിറങ്ങി ഓടി. ഗുഹയ്ക്കുള്ളിൽ എന്തോ ഒരു ജീവിയുണ്ടെന്ന് ചെന്ന് കെയ്രന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഡ്രാഗൺ ആ ഗുഹയിൽ നിന്നും തീയും തുപ്പി പുറത്തു വന്നു. അവിടെ മൊത്തം തീ കൊണ്ട് നിറയാൻ തുടങ്ങി. ഗുഹയ്ക്ക് സമീപം നിന്നവരൊക്കെ കത്തിച്ചാമ്പലായി. കെയ്രനും ക്വിന്നും കൂടെ പെട്ടെന്നൊരു ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. പക്ഷെ മുകളിൽ എത്തുന്നതിന് മുന്നേ ഡ്രാഗണും അതുവഴി മുകളിൽ കയറി വന്നു. വരുന്ന വഴിക്ക് ലിഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് ആക്രമണത്തിൽ ക്വിന്നിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ കെയ്രൻ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ഡ്രാഗൺസ് ഭൂമിയെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ 100 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഡ്രാഗൺസ് ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കും. എന്നിട്ട് തിരിച്ച് ഭൂമിയുടെ അടിയിൽ ചെന്ന് ഹൈബർനേറ്റ് ചെയ്യും. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഉണരും. എന്നിട്ട് വീണ്ടും ഭൂമിയിലെ ജീവജാലങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് വീണ്ടും ഹൈബർനേറ്റ് ചെയ്യും. അങ്ങനെ ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളാണ്. പണ്ട് ദിനോസറുകളെ നശിപ്പിച്ചതും ഈ ഡ്രാഗൺസ് തന്നെ. ഇങ്ങനെയാണ് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ മഹാവംശനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയുടെ തീ കാരണം അന്തരീക്ഷം മൊത്തം പുക കൊണ്ട് മൂടപ്പെടും. അങ്ങനെയാണ് ഭൂമിയിൽ ഐസേജുകൾ ഉണ്ടാകുന്നത്. ഇപ്പോ ആദ്യം ഒരു ഡ്രാഗൺ മാത്രമാണ് ഉണർന്നതെങ്കിലും കുറച്ചു നാളുകൾക്കുള്ളിൽ ലോകം മൊത്തം ഡ്രാഗൺസ് കൊണ്ട് നിറഞ്ഞു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ബോംബുകൾ വരെ ഉപയോഗിച്ചിട്ടും ഡ്രാഗൺസിനെ നശിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു ഡ്രാഗണിനെ കൊല്ലുമ്പോൾ അതിന്റെ സ്ഥാനത്ത് വീണ്ടും 100 ഡ്രാഗൺസ് പ്രത്യക്ഷപ്പെടും. അത് കാരണം ഏതാനും ചില പതിറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യരാശി മൊത്തത്തിൽ വംശനാശത്തിന്റെ വക്കിലെത്തി. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇപ്പോ ഏകദേശം എല്ലാ സിറ്റികളും പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഇനി ആകെ ചെറിയൊരു ശതമാനം മനുഷ്യർ മാത്രമേ ബാക്കിയുള്ളൂ. അവരൊക്കെ പല പല ഷെൽട്ടേഴ്സില് ഡ്രാഗൺസ് കാണാതെ ഒളിച്ച് ജീവിക്കുകയാണ്. ജീവജാലങ്ങളൊക്കെ കുറഞ്ഞപ്പോ ഇപ്പോൾ ഡ്രാഗൺസിന് ആഹാരത്തിന് ക്ഷാമം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഡ്രാഗൺസ് ഒക്കെ കൂടുതൽ ഡേഞ്ചറസ് ആകാൻ തുടങ്ങി. കൂടെയുള്ള മറ്റു ഡ്രാഗൺസിനെ പോലും ചില സമയങ്ങളിൽ ഡ്രാഗൺസ് പിടിച്ചു തിന്നാറുണ്ട്. ക്വിൻ ഇപ്പോൾ ഒരു ഷെൽട്ടറിന്റെ ലീഡറാണ്. ലണ്ടനിലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു കൊട്ടാരത്തിലാണ് അവന്റെ ഷെൽട്ടർ. ആഹാരം തേടാൻ വേണ്ടി വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ഷെൽട്ടറിൽ നിന്നും ആരെങ്കിലും പുറത്തു പോകാറുള്ളൂ. കാരണം പുറത്തു പോകുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. തിരിച്ചു വരാൻ കഴിയുമെന്ന് ഉറപ്പ് പോലുമില്ല. ഒരു ദിവസം എഡ്ഡി എന്നൊരുത്തനും മറ്റു ചിലരും കൂടെ പുറത്തു പോകാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ നിൽക്കുന്നത് ക്വിന്ന് കണ്ടു. പുറത്തു പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണെന്ന് ക്വിൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പൊ തന്നെ പുറത്തു പോയേ പറ്റൂവെന്നാണ് എഡ്ഡി പറയുന്നത്. കാരണം ഷെൽട്ടറിൽ ഇപ്പോൾ ആഹാരമൊക്കെ തീരെ കുറവാണ്. ഒട്ടുമിക്ക പേരും പട്ടിണിയിലായി. കുട്ടികൾക്ക് കഴിക്കാൻ പോലും ഇപ്പോൾ ആഹാരം തികയുന്നില്ല. കുറച്ചകലെ ഇവർക്കൊരു ഫീൽഡ് ഉണ്ട്. അവിടെ ഇവര് കുറെ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതിന്റെ വിളവെടുത്തോണ്ട് വരാനാണ് എഡ്ഡി പുറത്തു പോകാൻ നിൽക്കുന്നത്. എന്നാൽ കൃഷി ചെയ്തിരിക്കുന്നതൊന്നും വിളയാനുള്ള സമയമായിട്ടില്ല. അടുത്ത മാസമായാലേ വിളവെടുക്കാനുള്ള സമയമാകൂ. അതുകൊണ്ട് ഇപ്പൊ പോയിട്ട് കാര്യമില്ലെന്ന് ക്വിന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും പുറത്തു പോണമെന്ന് തന്നെയാണ് എഡ്ഡി പറയുന്നത്. എന്തു പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് അവസാനം ക്വിന്ന് ഗേറ്റിന്റെ താക്കോലി പിടിച്ചു വാങ്ങിവെച്ചു. ശേഷം ക്വിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രീഡി എഡ്ഡിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സംഭവം പണ്ട് എഡ്ഡിയുടെ ഒരു മകൻ പട്ടിണി കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇനി അങ്ങനൊരു അവസ്ഥ വേറെ ഒരു കുട്ടിക്കും വരരുതെന്നാണ് എഡ്ഡി കരുതുന്നത്. അതുകൊണ്ടാണ് പുറത്തു പോകണമെന്നും പറഞ്ഞ് അവൻ ഇത്രയും വാശി പിടിച്ചത്. ശരിക്കും എഡ്ഡിക്ക് മാത്രമല്ല ഈ ഷെൽട്ടറിലെ ഏതാണ്ട് എല്ലാവർക്കും അവരുടെ വേണ്ടപ്പെട്ട ആരെയെങ്കിലും നഷ്ടമായിട്ടുണ്ട്.
എന്തായാലും അന്ന് രാത്രി എഡ്ഡി വന്ന് ക്വിന്നിന്റെ താക്കോല് മോഷ്ടിച്ചു. ശേഷം കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗേറ്റിലെ ഗാർഡ് നല്ല ഉറക്കത്തിലായിരുന്നു. ആ തക്കത്തിൽ ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് തുറന്നിട്ട് കുറച്ചു പേരെയും കൊണ്ട് എഡ്ഡി ഫീൽഡിലേക്ക് പോയി. അപ്പോഴേക്കും സൂര്യൻ ഉദിക്കാറായിട്ടുണ്ടായിരുന്നു. ശേഷം കുറച്ചു കഴിഞ്ഞതും അകലെ നിന്നും ഡ്രാഗൺ വരുന്ന ശബ്ദം കേട്ട് ഗാർഡ് എണീറ്റ് അലാറം മുഴക്കി. ക്വിന്ന് വേഗം ചെന്ന് കുട്ടികളെല്ലാം ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ളവരൊക്കെ ശബ്ദമുണ്ടാക്കാതെ പലയിടങ്ങളിലായിട്ട് ഒളിച്ചിരുന്നു. ഡ്രാഗൺ വന്ന് നോക്കിയപ്പോൾ കൊട്ടാരത്തിൽ മനുഷ്യരെ ഒന്നും കാണാത്തതുകൊണ്ട് അത് തിരിച്ചുപോയി. പക്ഷെ ഇപ്പോൾ അത് നേരെ ഫീൽഡിന്റെ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് എഡ്ഡിയുടെ ഭാര്യ വന്നിട്ട് ഇതുപോലെ എഡ്ഡിയും കൂട്ടരും അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഉടനെ അവരെ രക്ഷിക്കാൻ ക്വിന്ന് കുറച്ചു പേരെയും കൊണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ ഫീൽഡിൽ ഡ്രാഗൺ വന്ന് ആക്രമിക്കാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ട് ഫീൽഡ് മൊത്തം തീ കൊണ്ട് മൂടി. ചിലരൊക്കെ തീയിൽപ്പെട്ട് ചാമ്പലായി. ബാക്കിയുള്ളവര് ഒളിച്ചിരുന്നു. പക്ഷേ ചുറ്റും തീ നിറഞ്ഞതിനാൽ പുറത്തു കടക്കാൻ പറ്റാതെ അവര് ഫീൽഡിൽ ട്രാപ്പ് ആയി പോയി. ഇനി രക്ഷയില്ലെന്ന് തോന്നി വിഷമത്തോടെ നിൽക്കുന്ന സമയത്താണ് ക്വിന്നും കൂട്ടരും എത്തിയത്. ട്രക്കുകളിൽ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സംവിധാനമുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവര് കുറെ തീ കെടുത്തി. അങ്ങനെ എഡ്ഡിക്കും കൂട്ടർക്കും സേഫ് ആയിട്ട് വന്ന് ട്രക്കുകളിൽ കയറാൻ പറ്റി. എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതി വണ്ടി തിരിച്ചതും പെട്ടെന്ന് ഡ്രാഗൺ വന്ന് ട്രക്കുകൾക്ക് നേരെ തീ തുപ്പി. പക്ഷെ എത്ര വലിയ തീയും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അതിനു പുറമെ ഭാഗ്യത്തിനവിടെ തീ കത്തുന്നതിന്റെ പുക കൊണ്ട് നിറഞ്ഞതിനാൽ അതിന്റെ മറവിൽ അവരവിടുന്ന് രക്ഷപ്പെട്ടു. ശേഷം കൊല്ലപ്പെട്ടവരെ ഓർത്ത് അന്ന് വൈകുന്നേരം എല്ലാവരും ദുഃഖത്തിലായിരുന്നു. എഡ്ഡി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ക്രീഡിക്ക് നല്ല ദേഷ്യവുമുണ്ട്. അടുത്ത ദിവസം രാവിലെ അകലെ നിന്നും പട്ടാളക്കാരെ പോലെ കുറെ പേര് വരുന്നത് കണ്ടു. അവരുടെ ടാങ്കുകളും ലോറികളും ഹെലികോപ്റ്ററും ഒക്കെയുണ്ട്. ഒരുപക്ഷെ അവർ കൊട്ടാരത്തിനെ ആക്രമിക്കാൻ വരുന്നതായിരിക്കുമെന്ന് കരുതി കൊട്ടാരത്തിൽ എല്ലാവരും വെപ്പൺസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നു. നിമിഷങ്ങൾക്കകം പട്ടാളക്കാർ അവിടെ എത്തി. ഡെന്റനാണ് പട്ടാളക്കാരുടെ ലീഡർ. അവനൊരു ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ കൊട്ടാരത്തിലെ ലീഡറുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ക്വിന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചു. ഈ പട്ടാളക്കാരെ ശരിക്കും ഡ്രാഗൺസിനെ വേട്ടയാടുന്നവരാണ്. ഇവിടെ ലണ്ടനിൽ ഡ്രാഗൺസിന്റെ വലിയൊരു കൂട്ടമുണ്ടെന്ന് കേട്ടു. അങ്ങനെ അവയെ വേട്ടയാടാനാണ് ഇതുവഴി വന്നത്. ഇന്നൊരു ദിവസത്തേക്ക് ഇവർക്ക് വിശ്രമിക്കാനൊരു സ്ഥലം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇവര് കൊട്ടാരത്തിൽ വന്നേ. അങ്ങനെ തന്റെ ആവശ്യം ഡെന്റൻ ക്വിന്നിനോട് പറഞ്ഞു. ഡ്രാഗൺസിനെ വേട്ടയാടുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഡെന്റൻ കള്ളം പറയുകയാണെന്നാണ് ക്വിന്ന് കരുതുന്നത്. എന്നാൽ ഡ്രാഗൺസിനെ വേട്ടയാടിയിട്ടുള്ളതിന്റെ തെളിവായിട്ട് ഡെന്റൻ ഡ്രാഗന്റെ ഒരു പല്ലെടുത്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ഇവര് പറയുന്നത് സത്യം തന്നെ ആയിരിക്കുമെന്ന് ക്വിന്നിന് തോന്നി. അതുമാത്രമല്ല, ശരിക്കും ഇവര് കൊട്ടാരത്തിനെ ആക്രമിക്കാനാണ് വന്നതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് കൊട്ടാരത്തിനെ മൊത്തം നിസ്സാരമായിട്ട് തകർത്ത് കളയാമായിരുന്നു. കാരണം അത്രയ്ക്കും സന്നാഹങ്ങളോടെയാണ് ഇവര് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആക്രമിക്കാൻ വന്നതല്ലെന്ന് ക്വിന്നിന് ബോധ്യമായി. അതുകൊണ്ട് ഇന്നൊരു ദിവസം മാത്രം തങ്ങാൻ അവൻ അനുവാദം കൊടുത്തു. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങളെ ആരെയും വെറുതെ വിടില്ലെന്ന് ഒരു താക്കീതും നൽകി. എന്നിട്ട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ പട്ടാളക്കാരെല്ലാം കൊട്ടാരത്തിൽ കയറി. അപ്പോൾ ഹെലികോപ്റ്റർ കണ്ട് കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം അവര് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറക്കുന്ന വാഹനം കാണുന്നത്. അലക്സാൻഡ്രയാണ് ഹെലികോപ്റ്ററിന്റെ പൈലറ്റ്. ശേഷം പട്ടാളക്കാരെ അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാം നീ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ക്വിന്ന് ക്രീഡിയോട് പറഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് കുറച്ചകലെ ഒരു ഡ്രാഗൺ പറന്നു പോകുന്നത് ഗാർഡ് കണ്ടു. അവനുടനെ അലാറം മുഴക്കി. പട്ടാളക്കാരെല്ലാം അവരുടെ മുഴുവൻ സന്നാഹങ്ങളും കൊണ്ട് വേഗം ആ ഡ്രാഗനെ പിടിക്കാൻ പോയി. ഡെന്റനും കുറെ പേരും കൂടെ അകലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ആയുധങ്ങളൊക്കെ റെഡിയാക്കി ഡ്രാഗനെയും കാത്തു നിൽക്കും. അതിനിടയിൽ 3 പേര് സമീപത്തുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ പോയിട്ട് 3 ബീക്കൺസ് സ്ഥാപിക്കും. ഈ ബീക്കൺസ് ഏതാണ്ട് ടവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപയോഗിച്ച് ഡ്രാഗന്റെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഈ സമയം അലക്സാൻഡ്ര നേരെ ഹെലികോപ്റ്ററും കൊണ്ട് ഡ്രാഗന്റെ മുന്നിൽ പോകും. അപ്പോൾ ഡ്രാഗൻ ഹെലികോപ്റ്ററിനെ തുരത്തും. ആ സമയം ഹെലികോപ്റ്ററിൽ നിന്നും കുറച്ചു പേര് പുറത്തു ചാടിയിട്ട് വല വിരിച്ച് ഡ്രാഗനെ പിടിക്കാൻ ശ്രമിക്കും. അത് പരാജയപ്പെട്ടാൽ അവള് പിന്നെ നേരെ ഡെന്റനും കൂട്ടരും നിൽക്കുന്ന സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവര് ഡ്രാഗനെ ആക്രമിച്ച് കൊല്ലും. ഇതാണ് അവരുടെ പ്ലാൻ. 2 പേര് കൃത്യമായിട്ട് ബീക്കൺ സ്ഥാപിച്ചു. പക്ഷേ 3ാമത്തെയാള് ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി. ഇവിടെ അലക്സാൻഡ്രയ്ക്ക് ഡ്രാഗന്റെ ലൊക്കേഷൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെയാണ് ഹെലികോപ്റ്റർ ഓടിക്കുന്നത്. അതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഡ്രാഗൺ ഹെലികോപ്റ്ററിന്റെ പിന്നിൽ വന്നു. അലക്സാൻഡ്ര വേഗം ഹെലികോപ്റ്ററിനെ മേഘങ്ങൾക്കിടയിലൂടെ പറത്തി. അങ്ങനെ ഡ്രാഗണിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതൊക്കെ അകലെ നിന്ന ക്വിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർക്ക് തന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അവന് തോന്നി. ഒട്ടും സമയം കളയാതെ അവൻ വേഗം അങ്ങോട്ട് ചെന്ന് 3ാമത്തെ ബീക്കണും സ്ഥാപിച്ചു. അങ്ങനെ ഡ്രാഗന്റെ ലൊക്കേഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് കാണാൻ പറ്റി. ശേഷം 3 പേര് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഡ്രാഗനെ വല വിരിച്ചു. പക്ഷെ ഡ്രാഗൻ അത് നിസ്സാരമായിട്ട് വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരുത്തനെ അത് കൊന്നു കളഞ്ഞു. ഒരുത്തന്റെ പാരച്യൂട്ട് ഓപ്പൺ ആയില്ല. അങ്ങനെ അവൻ നിലത്ത് വന്ന് വീണ് മരിച്ചു. 3ാമത്തവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്.
ഡ്രാഗൺ ഇപ്പോൾ ക്യുന്നി നിൽക്കുന്ന മലയ്ക്ക് സമീപം എത്താറായി. ഹെലികോപ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മുകളിലാണ്. അത് താഴെ ഇറങ്ങി വരാൻ സമയമെടുക്കും. അതിനുള്ളിൽ ചിലപ്പോൾ ഡ്രാഗൺ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ക്യുന്നി ഡെന്റനെ വിളിച്ചിട്ട് ഹെലികോപ്റ്ററിന് പകരം ഞാൻ ഡ്രാഗനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി വളരെ വേഗം അങ്ങോട്ട് പോയി. പ്രതീക്ഷിച്ചതുപോലെ ഡ്രാഗൺ അവന്റെ പിന്നാലെ വന്നു. ഡ്രാഗനെ കണ്ടതും ഡെന്റനും കൂട്ടരും അതിനെ ചറ പറന്ന് വെടിവെച്ചു. അങ്ങനെ അവസാനം ആ ഡ്രാഗനെ കൊന്നു. ഡ്രാഗന്റെ ഇറച്ചി നല്ലൊരു ആഹാരമാണ്. ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഇവർക്ക് വേറെ ഒരു ഫുഡും ആവശ്യമില്ല. ശേഷം അന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഡെന്റൻ അവന്റെ ശരിക്കുമുള്ള പദ്ധതി ക്യുന്നിനോടും കൂട്ടരോടും പറഞ്ഞു. സംഭവം അലക്സാണ്ട്ര ഒരു ബയോളജിസ്റ്റ് കൂടെയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ അവൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണെന്നാൽ ആകെ ഒരൊറ്റ ഡ്രാഗൺ മാത്രമേ ഹൈബർനേഷനിൽ നിന്നും ഉണർന്നിട്ടുള്ളൂ. അതിനെയാണ് പണ്ട് ചെറുതിലെ ക്യുന്നി കണ്ടത്. അതൊരു മെയിൽ ഡ്രാഗൺ ആയിരുന്നു. അതിന് അസെക്ഷൽ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് അതിന് സ്വന്തമായിട്ട് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അങ്ങനെയാണ് നിസ്സാര സമയം കൊണ്ട് ലോകം മുഴുവൻ ഡ്രാഗൺസ് കൊണ്ട് നിറഞ്ഞത്. ഫീമെയിൽസിനാണെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെയെങ്കിൽ ആ ഒരൊറ്റ മെയിൽ ഡ്രാഗനെ കൊന്നുകഴിഞ്ഞാൽ പിന്നീട് പുതിയ ഡ്രാഗൺസ് ഉണ്ടാകില്ല. പിന്നെ പതിയെ പതിയെ ബാക്കി ഡ്രാഗൺസിനെയൊക്കെ കൊന്നുകളഞ്ഞാൽ മനുഷ്യരാശിക്ക് ലോകത്തിനെ വീണ്ടെടുക്കാനും സാധിക്കും. ആ മെയിൽ ഡ്രാഗൺ ലണ്ടനിലുണ്ടെന്നറിഞ്ഞിട്ട് അതിനെ കൊല്ലാനാണ് ഡെന്റനും കൂട്ടരും വന്നിരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടെയുള്ളവരും കൂടെ നമുക്കൊപ്പം വന്ന് ഫൈറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ മെയിൽ ഡ്രാഗനെ കൊല്ലാൻ പറ്റും. അതുകൊണ്ട് ഇവിടെയുള്ള ഏറ്റവും നല്ല സോൾജേഴ്സിനെ നമ്മുടെ കൂടെ അയക്കണമെന്നും ഡെന്റൻ ക്യുന്നിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ക്യുന്നിന് തന്റെ ആൾക്കാരുടെ സേഫ്റ്റി ആയിരുന്നു പ്രധാനം. ഡ്രാഗനെ വേട്ടയാടാൻ പോയാൽ തിരിച്ച് ജീവനോടെ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത് നേരത്തെ ഒരു ഡ്രാഗനെ വേട്ടയാടിയപ്പോൾ തന്നെ കണ്ടതാണ്. അതുകൊണ്ട് എന്റെ ആൾക്കാരെ ഞാൻ പറഞ്ഞയക്കില്ലെന്ന് ക്യുന്നി പറഞ്ഞു. ഡെന്റന് ശരിക്കും ദേഷ്യം വന്നു. പക്ഷെ തൽക്കാലം അവനൊന്നും മിണ്ടിയില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ഡെന്റൻ കൊട്ടാരത്തിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മെയിൽ ഡ്രാഗന്റെ കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഒപ്പം നമ്മൾ വിചാരിച്ചാൽ ഡ്രാഗൺസിനെ മൊത്തം നശിപ്പിക്കാൻ കഴിയുമെന്നും പറഞ്ഞു. എന്നിട്ട് ആരൊക്കെ എന്റെ കൂടെ ഡ്രാഗൺ വേട്ടയ്ക്ക് വരാൻ തയ്യാറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മനുഷ്യരാശിക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ പ്രതീക്ഷയാണെന്ന് തോന്നിയതുകൊണ്ട് കുറെ പേര് മുന്നോട്ട് വന്നു. ആ സമയത്താണ് ക്വിന്ന് ഉറക്കത്തിൽ നിന്നും എണീറ്റ് വന്നത്. എന്റെ ആൾക്കാരെ പറഞ്ഞു മയക്കി നിന്റെ വശത്താക്കാൻ ശ്രമിക്കുന്നോടാ എന്ന് ചോദിച്ച് ക്വിന്ന് ഡെന്റനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഇവന്റെ കൂടെ പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണെന്ന് ആൾക്കാരോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒളിച്ചിരുന്നാൽ ജീവിതാവസാനം വരെ ഒളിച്ചിരിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് പൊരുതി മരിക്കുന്നത് തന്നെയാണെന്ന് പരിഹാസത്തോടെ ഡെന്റൻ പറഞ്ഞു. അത് കേട്ടതും ക്വിന്ന് ഡെന്റനെ ആക്രമിച്ചു. പിന്നെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റായി. അവസാനം അലക്സാണ്ട്ര വന്നാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയത്. എന്തായാലും പോകണ്ടെന്ന് പറയാനേ എനിക്ക് പറ്റൂ. പോകുന്നതും പോകാത്തതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ക്വിന്ന് അകത്ത് കയറിപ്പോയി. ശേഷം ഡെന്റൻ അവന്റെയും ക്വിന്നിന്റെയും ആൾക്കാരെ ദൗത്യത്തിന് പോകാൻ വേണ്ടി റെഡിയാക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ജാർഡ് എന്നൊരു ചെറുക്കൻ ഗുഡ് ബൈ പറയാൻ വേണ്ടി ക്വിന്നിന്റെ അടുത്ത് വന്നു. അവനും ഡെന്റന്റെ കൂടെ പോവുകയാണ്. പണ്ടൊരിക്കൽ ഡ്രാഗൺ അറ്റാക്ക് ചെയ്ത് ഒരു സിറ്റിയിൽ പോയപ്പോൾ അവിടെ അനാഥമായിട്ടൊരു കൈക്കുഞ്ഞ് കിടക്കുന്നത് ക്വിന്ന് കണ്ടു. കുഞ്ഞിന്റെ അപ്പനും അമ്മയും ഒക്കെ അടുത്ത് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്വിന്നിന് ജാർഡിനെ കിട്ടിയത്. അതായത് ജാർഡ് ക്വിന്നിന് സ്വന്തം മകനെ പോലെയാണ്. തനിക്ക് ശേഷം ജാർഡിനെ ലീഡറാക്കണമെന്നായിരുന്നു ക്വിന്നിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവനും പോകുന്നുവെന്ന് കേട്ടപ്പോൾ ക്വിന്നിന് ശരിക്കും വിഷമമായി. ഇത് വലിയ അപകടമാണ്, അതുകൊണ്ട് നീ പോകരുതെന്ന് ക്വിന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്ത് പോകരുതെന്ന് പറയാൻ നീ എന്റെ അപ്പനൊന്നുമല്ലല്ലോ എന്നാണ് ജാർഡ് പറഞ്ഞത്. അത് ക്വിന്നിനെ കൂടുതൽ വേദനിപ്പിച്ചു. പിന്നെ അവനൊന്നും മിണ്ടിയില്ല. ശേഷം ഡെന്റൻ എല്ലാവരെയും കൊണ്ട് മെയിൽ ഡ്രാഗനെ കൊല്ലാൻ പോയി. അന്ന് വൈകുന്നേരം ക്വിന്നും കൂട്ടരും ചെന്ന് നേരത്തെ കൊന്ന ഡ്രാഗന്റെ എല്ലുകൾ കൊട്ടാരത്തിന് ചുറ്റും പലയിടങ്ങളിലായിട്ട് വെച്ചു. കാരണം മരിച്ച ഡ്രാഗൺസിന്റെ മണമടിക്കുമ്പോൾ മറ്റു ഡ്രാഗൺസിന് അവിടെ എന്തോ അപകടമുണ്ടെന്ന ഭയം തോന്നും. പിന്നെ കുറെ നാളത്തേക്ക് അതുവഴി ഒരു ഡ്രാഗണും വരില്ല. ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് ക്വിന്നും കൂട്ടരും കൊട്ടാരത്തിനെ സംരക്ഷിച്ചിരുന്നത്. അങ്ങനെ എല്ലുകൾ പറക്കി വെക്കുന്നതിനിടയിൽ ക്വിന്ന് ജാർഡ് വരുന്നത് കണ്ടു. അവൻ സങ്കടം തോന്നിയിട്ട് തിരിച്ചു വന്നതാണ്. അവനെ കണ്ടതും ക്വിന്നിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇവിടെ ഡെന്റനും കൂട്ടരും ഒരിടത്തെത്തിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മെയിൽ ഡ്രാഗൺ വന്ന് അവരെ ആക്രമിച്ചു. ആയുധങ്ങൾ എടുത്ത് റെഡിയാകാനുള്ള സമയം പോലും ആർക്കും കിട്ടിയില്ല. അതിനു മുന്നേ ഡ്രാഗൺ അവരെ മൊത്തം തീ കൊണ്ട് പൊതിഞ്ഞു. ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ രാത്രി ആയതുകൊണ്ട് ഒന്നും വ്യക്തമായിട്ട് കാണാനും പറ്റുന്നില്ല. അങ്ങനെ ആ ഡ്രാഗൺ നിസ്സാര സമയം കൊണ്ട് ഡെന്റന്റെ ആൾക്കാരെ മൊത്തം കൊന്നുകളഞ്ഞു. ആകെ ഡെന്റനും അലക്സാണ്ട്രയും പിന്നെ 5-6 പേരും മാത്രമാണ് രക്ഷപ്പെട്ടത്. തന്റെ ആൾക്കാരെയൊക്കെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ട ഡെന്റന് വിഷമവും ദേഷ്യവും ഒക്കെ അടക്കാൻ പറ്റിയില്ല. എല്ലാവരും ചാമ്പലായെന്ന് തോന്നിയപ്പോൾ ഡ്രാഗൺ അവിടുന്ന് പോയി. പക്ഷെ അത് കൊട്ടാരത്തിന്റെ ദിശയിലോട്ടാണ് പോകുന്നത്. കുറച്ചു കഴിഞ്ഞതും ഡ്രാഗൺ കൊട്ടാരത്തിലെത്തി. ഒട്ടും സമയം കളയാതെ അത് കൊട്ടാരത്തിനെയും തീ കൊണ്ട് മൂടി. എന്നിട്ട് അത് അവിടുന്ന് പറന്നുപോയി. ക്വിന്ന് ഈ സമയം പുറത്തു പോയിരിക്കുകയായിരുന്നു. അവൻ തിരിച്ചെത്തിയപ്പോൾ കൊട്ടാരം മൊത്തം തീ പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവൻ വേഗം അകത്ത് കയറി നോക്കി. ഭാഗ്യത്തിന് ക്രീഡിയും കൂട്ടരും കൂടെ കൃത്യസമയത്ത് തന്നെ എല്ലാവരെയും കൊണ്ട് ബേസ്മെന്റിലോട്ട് പോയതുകൊണ്ട് ഭൂരിപക്ഷം പേരെയും രക്ഷപ്പെടുത്താൻ പറ്റി.
ശേഷം ക്യുന്നും കൂടെ ചേർന്ന് ബാക്കി ആൾക്കാരെയും കൂടെ ബേസ്മെന്റിൽ എത്തിക്കാൻ സഹായിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനിടയിൽ ക്രീഡി തീയിൽപ്പെട്ടു. ക്യുന്നി എത്ര ശ്രമിച്ചിട്ടും അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ ക്രീഡി മരിച്ചുപോയി. ശേഷം മുകളിൽ നിന്നും കൊട്ടാരത്തിന്റെ ചുമരുകളൊക്കെ പൊടിഞ്ഞു വീണത് കാരണം ബേസ്മെന്റിന്റെ വാതില് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആയി പോയി. അങ്ങനെ ബേസ്മെന്റിലുള്ളവരെല്ലാം പുറത്തു കടക്കാൻ പറ്റാതെ ട്രാപ്പായി. ഭാഗ്യത്തിന് അടുത്ത ദിവസം രാവിലെ ഡെന്റനും ടീമും അവിടെ എത്തി. അങ്ങനെ അവര് വന്ന് ബേസ്മെന്റിലെ വാതില് തുറന്നു കൊടുത്തു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കൊട്ടാരം മുഴുവൻ തകർന്നു കിടക്കുകയാണ്. ദേഷ്യം വന്ന ക്യുന്ന് എന്തായാലും ഇനി നമുക്ക് ആ ഡ്രാഗനെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഈ മെയിൽ ഡ്രാഗന്റെ താവളം പണ്ടത്തെ മൈനിങ് സൈറ്റ് ആണെന്ന് ക്യുന്നിന് അറിയാം. അങ്ങനെ ക്യുന്നും അലക്സാണ്ട്രയും ഡെന്റനും കൂടെ ആ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു. ഹെലികോപ്റ്ററിലാണ് പോകുന്നതിന് മുന്നേ ക്യുന്ന് ജാഡിനെ ലീഡറാക്കിയിരുന്നു. കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവര് മൈനിങ് സൈറ്റുള്ള സിറ്റിയിലെത്തി. ആ സിറ്റി മുഴുവൻ ചെത്ത് പൊടിഞ്ഞതുപോലെ കിടക്കുകയാണ്. 100 കണക്കിന് ഡ്രാഗൺസ് സിറ്റി മുഴുവൻ അലഞ്ഞു നടക്കുന്നുണ്ട്. ഒരിടത്ത് ഒളിച്ചിരുന്നിട്ട് അവര് മെയിൽ ഡ്രാഗനെ എങ്ങനെ ആക്രമിക്കാൻ കഴിയുമെന്ന് പ്ലാൻ ചെയ്തു. ഈ ഫീമെയിൽ ഡ്രാഗൺസിന്റെയൊക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ മെയിൽ ഡ്രാഗന്റെ അടുത്തെത്തുമെന്ന് അലക്സാണ്ട്ര ചോദിച്ചു. ചെറുതിലെ കുറെ വർഷക്കാലം ഇവിടെ ജീവിച്ചതുകൊണ്ട് ക്യുന്നിന് ഈ സിറ്റിയിലെ സകല വഴികളും അറിയാം. അങ്ങനെ അവൻ ചില ടണൽസിലൂടെ അവരെ മൈനിങ് സൈറ്റിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെയും നിറയെ ഡ്രാഗൺസ് ഉണ്ടായിരുന്നു. ഈ ഡ്രാഗൺസിനെയൊക്കെ ഇവിടുന്ന് തുരത്തിയാൽ മാത്രമേ അവർക്ക് മെയിൽ ഡ്രാഗനെ ആക്രമിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മെയിൽ ഡ്രാഗൺ ഒരു ഫീമെയിൽ ഡ്രാഗനെ പിടിച്ച് തിന്നുന്നത് കണ്ടത്. അത് കാരണം ബാക്കിയുള്ള ഫീമെയിൽ ഡ്രാഗൺസ് മൊത്തം പേടിച്ച് അവിടുന്ന് പറന്നുപോയി. അങ്ങനെ മെയിൽ ഡ്രാഗൺ ഒറ്റയ്ക്കായി. ഇനി അതിനെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയും. 3 പേരും 3 ദിശയിൽ നിന്ന് അതിനെ ആക്രമിക്കും. എന്നിട്ട് ഡ്രാഗൺ തീ തുപ്പാൻ വേണ്ടി വാ തുറക്കുന്നതും ഒരു ക്രോസ് ബോ വെച്ച് അതിന്റെ വായിൽ അമ്പെയ്ത് വിടും. അമ്പിലാണെങ്കിൽ ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ബോംബ് പൊട്ടുമ്പോൾ അതിന്റെ തലയും പൊട്ടിച്ചിതറും. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ 3 പേരും ഡ്രാഗൺ വിശ്രമിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒളിച്ചു നിന്നു. ശേഷം ഡ്രാഗൺ വിശ്രമിക്കാൻ വന്നതും ആദ്യം അലക്സാണ്ട്രയും ക്യുന്നും അതിനെ ആക്രമിച്ചു. പക്ഷെ അത് ഒഴിഞ്ഞു മാറി. ഉടനെ ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഡെന്റനും ആക്രമിച്ചു. പക്ഷേ ബോംബ് അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ഡ്രാഗൺ അതിനെ തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഡെന്റനെ ആക്രമിക്കാൻ പോയി. ഇനി രക്ഷയില്ലെന്ന് കണ്ട ഡെന്റൻ രക്ഷപ്പെടാൻ വേണ്ടി താഴോട്ട് ചാടി. പക്ഷേ ചാടിയ ഉടനെ ഡ്രാഗൺ വന്ന് അവനെ പിടിച്ച് തിന്നു. ശേഷം മറ്റു 2 പേരെയും ആക്രമിക്കാൻ പോയി. അവര് 2 പേരും ശബ്ദമുണ്ടാക്കാതെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ക്യുന്നിന്റെയിലുണ്ടായിരുന്ന ബോംബ് ഒരിടത്ത് കളഞ്ഞുപോയി. അലക്സാണ്ട്രയുടെയിലുള്ളത് തീർന്നും പോയി. അപ്പോഴാണ് അകലെ ഒരു ബോംബ് കിടക്കുന്നത് ക്യുന്ന് കണ്ടത്. അവൻ രണ്ടും കൽപ്പിച്ച് ആ ബോംബ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിയതും ഡ്രാഗൺ അവനെ കണ്ടു. ഉടനെ അത് അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടി വന്നു. അവൻ സകല ധൈര്യവും കൈവരിച്ച് ഓടിച്ചെന്ന് ആ ബോംബ് എടുത്തു. അപ്പോഴേക്കും ഡ്രാഗൺ അവന്റെ തൊട്ടടുത്തെത്തിയിരുന്നു. എന്നിട്ട് ഡ്രാഗൺ തീ തുപ്പാൻ വേണ്ടി വാ തുറന്നതും അവൻ ക്രോസ് ബോ എടുത്ത് ബോംബിനെ അമ്പെയ്ത് വിട്ടു. ആ ബോംബ് പൊട്ടിയതും ഡ്രാഗന്റെ തല ചിന്നിച്ചിതറി. അങ്ങനെ അവസാനം അവരതിനെ കൊന്നു. 3 മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ അവരെ കൊട്ടാരത്തിനെ പുതുക്കി പണിത് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഈ 3 മാസങ്ങൾക്കിടയിൽ ഒരു ഡ്രാഗൺ അറ്റാക്ക് പോലും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം ക്യുന്നും അലക്സാണ്ട്രയും ഒരു കുന്നിന് മുകളിൽ നിന്ന് അകലെ ഡ്രാഗൺസ് വരുന്നുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. പക്ഷെ ഒരു ഡ്രാഗനെയും കാണുന്നില്ല. അപ്പോ ഡ്രാഗൺസ് പതിയെ നശിക്കുകയാണെന്നർത്ഥം. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തീരുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.